ഹലോ ഗായ്സ്, പ്രീവിയസ് എപ്പിസോഡായ ലണ്ടനിലെ ചൈന ടൗൺ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നതാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ പോകുന്നത് ലണ്ടന്റെ ഹൃദയഭാഗത്തേക്കാണ്. ലോകപ്രസിദ്ധമായ സ്ഥലം പിക്കഡിലി സർക്കസ്. ലണ്ടനിലേക്ക് ആദ്യമായി എത്തുന്നവർക്ക് ലണ്ടൻ കണ്ടു എന്ന് പറയാൻ കഴിയുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഈ പിക്കഡിലി. എന്തായാലും പിക്കഡിലി വിശേഷങ്ങളിലേക്ക് പിന്നെ വരാം. അതിനു മുന്നേ ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസിൽ തന്നെയുള്ള ലെസ്റ്റർ സ്ക്വയറിലേക്ക് നമുക്കൊന്ന് പോകാം. ഇവിടെ കാണുന്നത് സ്വിസ് ഗ്ലോക്കൻസ്പീൽ ക്ലോക്ക് ടവറാണ്. സ്വിറ്റ്സർലാൻഡിന്റെ പാരമ്പര്യത്തെ പ്രതിനിധീകരിക്കുന്ന ഈ ടവർ ഓരോ മണിക്കൂറിലും മണികൾ മുഴക്കി ഒരു ചെറിയ ഷോ അവതരിപ്പിക്കുന്നു. പശുക്കളുടെ രൂപങ്ങളും സ്വിസ് ചിഹ്നങ്ങളും ചേർന്ന ഈ ഡിസൈൻ ലണ്ടനിലെ തിരക്കേറിയ നഗരജീവിതത്തിനിടയിൽ ഒരു വ്യത്യസ്ത അനുഭവമാണ്. എറൗണ്ട് നോക്കിയാൽ സിനിമാസ്, തിയേറ്റേഴ്സ്, റെസ്റ്റോറൻറ്റ്സ്, സ്ട്രീറ്റ് പെർഫോമേഴ്സ് എല്ലാം ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. എൻ്റെ പിന്നിൽ നിങ്ങൾക്ക് കാണുന്നത് വില്യം ഷേക്സ്പിയർ എന്ന ലോക പ്രശസ്തനായ നാടകകൃത്തിന്റെ പ്രതിമയാണ്. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും മഹത്തായ എഴുത്തുകാരിൽ ഒരാളാണ് അദ്ദേഹം. ടൂറിസ്റ്റുകൾക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ പകർത്താനും ഇതൊരു വലിയ ആകർഷണമാണ്. മൂവി ലവേഴ്സിന് ഈ പ്ലേസ് വളരെ സ്പെഷ്യലാണ്. വേൾഡ് പ്രീമിയേഴ്സ്, സെലിബ്രിറ്റി ഈവൻറ്റ്സ് ഒക്കെ നടക്കുന്നത് പലപ്പോഴും ഇവിടെ തന്നെയാണ്. ഈവനിംഗ് ടൈം ആയാൽ ഇവിടത്തെ അറ്റ്മോസ്ഫിയർ ടോട്ടലി ഡിഫറൻ്റ് ആയിരിക്കും. ഹായ് ഗൈസ്, എൻ്റെ മുന്നിൽ നിങ്ങൾക്ക് കാണുന്നത് ഡാർത്ത് വെയ്ഡർ എന്ന പ്രശസ്തമായ സിനിമാ കഥാപാത്രമാണ്. സ്റ്റാർ വാർസ് സിനിമയിലെ പ്രധാന വില്ലൻ കഥാപാത്രങ്ങളിലൊന്നാണ് ഡാർത്ത് വെയ്ഡർ. ഈ കാണുന്നതാണ് സ്വിസ് ഗ്ലോക്കൻസ്പീൽ. ഇത് സ്വിറ്റ്സർലൻഡും യുകെയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പ്രതീകമായി നിർമ്മിച്ചതാണ്. ഇവരിവിടെ എന്തോ ലൈവ് പെർഫോമൻസ് ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് പോയി വരാം. എന്ത് ഭംഗിയുള്ള പൂക്കളാണല്ലേ! ഈ ടെലിഫോൺ ബൂത്തൊക്കെ ഇപ്പോഴും പഴയ ഓർമ്മക്കായി വച്ചിരിക്കുന്നു. ഓഹോ, ഇപ്പോഴാണ് മനസ്സിലായത്, ഇതൊരു ലൈവ് ആർട്ടാണ്. ഒരു ചെറുക്കൻ കണ്ണുപൂട്ടാതെ അവിടെ ഇരിക്കുന്നത് കാണാം. ചിത്രം പൂർത്തിയാക്കുന്നത് കാണണമെന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് ഭംഗിയായിട്ട് വരയ്ക്കുന്നുണ്ട്. പക്ഷേ സമയമില്ല. ഇത് പിക്കഡില്ലി സർക്കസിലെ ഹീലിയോസ് ഫൗണ്ടൻ. ഗ്രീക്ക് പുരാണത്തിലെ സൂര്യദേവനായ ഹീലിയോസിനെ പ്രതിനിധീകരിക്കുന്ന ശില്പമാണിത്. കാണുന്ന ഈ കുതിച്ചുയരുന്ന കുതിരകൾ വേഗവും ഊർജവും ശക്തിയും പ്രതീകപ്പെടുത്തുന്നു. ലണ്ടൻ ഒരിക്കലും നിലക്കാത്ത നഗരമാണെന്ന സന്ദേശം തന്നെ ഈ ശില്പം പറയുന്നു. പകൽ രാത്രി തിരക്കിലും പ്രകാശത്തിലും ജീവിക്കുന്ന ഒരു നഗരം പിക്കഡില്ലി. ഇപ്പോൾ നിങ്ങളെൻ്റെ പിന്നിൽ കാണുന്ന ഈ വലിയ ഡിജിറ്റൽ സ്ക്രീനുകൾ പിക്കഡില്ലി സർക്കസിൻ്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റിയാണ്. ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിനോട് പലപ്പോഴും താരതമ്യം ചെയ്യപ്പെടുന്ന ഈ സ്ഥലം പരസ്യങ്ങളും ലൈറ്റുകളും ആളുകളുടെ തിരക്കുമൊക്കെയായി ഒരിക്കലും ഉറങ്ങാത്ത ഒരു കേന്ദ്രം പോലെയാണ്. രാത്രി ഇവിടെ എത്തിയാൽ ലൈറ്റുകളുടെ തിളക്കം തന്നെ ഒരു ഫെസ്റ്റിവൽ ഫീൽ തരുന്നുണ്ട്. 1819 ഈ സ്ഥലത്തിന് രൂപം കിട്ടിയത്. സർക്കസ് എന്ന പേര് കേട്ടിട്ട് ഇവിടെ സർക്കസ് പരിപാടികൾ നടക്കുമെന്ന് കരുതരുത്. ഇവിടെ സർക്കസ് എന്നത് വൃത്താകൃതിയിലുള്ള റോഡ് ജംഗ്ഷൻ എന്ന അർത്ഥത്തിലാണ്. പല പ്രധാന റോഡുകൾ ഒന്നിച്ചുകൂടുന്ന ഒരു കേന്ദ്രമായതുകൊണ്ടാണ് ഈ പേര് വന്നത്. അപ്പോഴാണ് ഒരുത്തനെ എൻ്റെ കണ്ണിൽപ്പെട്ടത്. അയാൾ ഒരു പച്ച ഇന്നർവെയർ മാത്രം ധരിച്ച് അവിടെ ഒരു പെട്ടിയുടെ മുകളിലായി കയറി നിൽക്കുന്നു. ഞാൻ കുറച്ചുകൂടി അടുത്തു വന്നു. അപ്പോഴാണ് ആ ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടത്. അയാൾക്ക് പണം വേണ്ട, അറ്റൻഷൻ വേണമത്രേ. എന്തുതരം ഭ്രാന്താണെന്ന് എനിക്ക് തോന്നി. കുറെ ആളുകൾ അയാളെ നോക്കി പോകുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും കുറെ പോലീസ് വാഹനങ്ങൾ വളരെ വേഗത്തിൽ വരുന്നത് കണ്ടു. ഞാൻ കരുതി അയാളെ അവിടെ നിന്നും മാറ്റാനാകുമെന്ന്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. പോലീസുകാർ അയാളെ മൈൻഡ് ചെയ്യാതെ അതുവഴിയെ കടന്നുപോയി. ഇതിവിടുത്തെ പതിവ് കാഴ്ചയാകും.
ഇവിടെ വന്നാൽ ആരും ശ്രദ്ധിക്കാതെ പോകാത്ത മറ്റൊരു ആകർഷണമാണ് ഷാഫ്സ്ബറി മെമ്മോറിയൽ ഫൗണ്ടൻ. ഇതിന്റെ മുകളിലിരിക്കുന്ന പ്രതിമയെ സാധാരണ ആളുകൾ ഇറോസ് എന്ന് വിളിക്കും. പക്ഷേ സത്യത്തിൽ അത് ആന്റി ഇറോസ് ആണ്, നിസ്വാർത്ഥ സ്നേഹത്തിന്റെ ദൈവം. ലണ്ടനിലെ ആദ്യ അലൂമിനിയം പ്രതിമ എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. പിക്കഡില്ലി സർക്കസ് എന്നത് സിനിമകളിലും മ്യൂസിക് വീഡിയോകളിലും ഒരുപാട് തവണ വന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. ഹോളിവുഡ് സിനിമകളിൽ പോലും ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ ഓ ലണ്ടൻ എന്ന് നമ്മൾ സ്വയം പറയുന്നില്ലേ. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിന് ഒരു സിനിമാറ്റിക് ഫീൽ എപ്പോഴും ഉണ്ടാകും. ഇവിടെ എത്താൻ വളരെ എളുപ്പമാണ്. പിക്കഡില്ലി സർക്കസ് അണ്ടർഗ്രൗണ്ട് സ്റ്റേഷൻ, ബേക്കർലൂ ലൈൻ, പിക്കഡില്ലി ലൈൻ രണ്ടും ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. ലണ്ടൻ സിറ്റിയിൽ എവിടെയായാലും പിക്കഡില്ലി സർക്കസിലേക്ക് എത്താൻ ഒരു വഴിയെങ്കിലും ഉണ്ടാകും. ഓരോ നിമിഷവും മാറുന്ന മുഖങ്ങൾ, ഭാഷകൾ, ചിരികൾ, സംഗീതം എല്ലാം ചേർന്ന ഒരു ജീവിക്കുന്ന നഗരചിത്രം. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ എഴുതാനും മറക്കല്ലേ.